ഷാഫി പറമ്പിൽ എംപിയെ അറസ്റ്റ് ചെയ്യുമെന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇത് CPM ക്യാമ്പുകളെ ആഹ്ലാദത്തിലാഴ്ത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMന്റെ കുഴി തോണ്ടാൻ കരുത്തുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ അറസ്റ്റ് വാറണ്ട് എന്ന വാർത്ത അവരെ സന്തോഷിപ്പിക്കുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ അഴിക്കുള്ളിലാണ്. അതിന് പിന്നാലെ ഇതാ ഷാഫി പറമ്പിലിന് അറസ്റ്റ് വാറണ്ട് എന്ന രീതിയിൽ വന്ന വാർത്ത CPM ക്യാമ്പുകൾ അവരുടെ സൈബർ ഇടങ്ങളിൽ ആഘോഷിക്കുമ്പോൾ ഒന്നോർക്കണം. ഇത് അത്ര ആഘോഷിക്കുവാനുള്ള കേസൊന്നുമല്ല. മറിച്ച് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാഫി പറമ്പിൽ MPയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. 2022 ജൂൺ 24-ന് പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി നടപടി വന്നത്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായാൽ അതിൽ കോടതി അറിയിക്കുന്നതിനനുസരിച്ച് ഹാജരാകണം. പല പ്രാവശ്യം ഹാജരായില്ലെങ്കിൽ നോട്ടീസ് വരും, പിന്നാലെ അറസ്റ്റ് വാറണ്ട് വരും. അത് CPM ആഘോഷമാക്കുമ്പോൾ മണ്ടന്മാരാകുന്നത് സഖാക്കന്മാർ തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ മറ്റേത് നേതാക്കളെക്കാളും റീച്ച് ഷാഫി പറമ്പിൽ MPക്കുണ്ട് എന്നതാണ് കാരണം. അപ്പോൾ പിന്നെ ഇതാ ഷാഫി അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ എഴുതിയാൽ അത് വടകര MPക്ക് ഇരട്ടി ഊർജ്ജമായിരിക്കും സമ്മാനിക്കുന്നത്. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വാറണ്ട് വരും. ചിലപ്പോൾ ജാമ്യം എടുക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. സമരം ചെയ്ത് വളർന്നു വന്നു എന്ന് അവകാശപ്പെടുന്ന CPM സൈബർ സഖാക്കൾക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല. ഇരയെ വീണ് കിട്ടിയിരിക്കുന്നത് ചില്ലറ പുള്ളിയല്ലോ. ഷാഫി പറമ്പിൽ എന്ന അവരുടെ ആജന്മ ശത്രുവല്ലേ. ഷാഫിയുടേത് ഒരു ധർമ്മസമരം തന്നെയായിരുന്നു. CPMകാരുടെ ഗുണ്ടായുസത്തിനെതിരെ നയിച്ച ഒരു സമരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു 2022 ജൂൺ 24-ന് പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത്. 40ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട്ടെ ദേശീയപാതയിൽ ചന്ദ്രനഗറിൽ ചെമ്പലോട് പാലത്തിന് സമീപമാണ് ദേശീയപാത ഉപരോധിച്ചത്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷാഫി പറമ്പിലാണ് ഒന്നാം പ്രതി. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന നിലവിൽ ഇടതുപക്ഷത്തേക്ക് മാറിയ P സരിൻ കേസിൽ 9ാം പ്രതിയായിരുന്നു. നേരത്തെ കോടതിയിൽ ഹാജരായ P സരിനെ 500 രൂപ പിഴയും കോടതി പിരിയും വരെ തടവിനും ശിക്ഷിച്ചിരുന്നു. ഷാഫി പറമ്പിൽ ഹാജരാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 24-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് ഷാഫി ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം പോലീസ് നടത്തുമെന്ന് ഉറപ്പാണ്. അറസ്റ്റ് ചെയ്ത് പൊതുമധ്യത്തിൽ നാറ്റിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കേസ് തള്ളിപ്പോകുമെന്ന് ഉറപ്പാണ്. ഒരു പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നടന്ന സമരത്തിനെ ഊതി വീർപ്പിച്ച് പിണറായി പോലീസ് തയ്യാറാക്കിയ കള്ളക്കേസാണ് ഇപ്പോൾ കോടതിയിൽ കയറി ഇറങ്ങുന്നത്. ഷാഫി പറമ്പിലിനെതിരെ വീണ് കിട്ടുന്ന ചെറിയ തീപ്പൊരി പോലും ആയുധമാക്കുവാനുള്ള CPMന്റെ എടുത്തുചാട്ടം ഇക്കുറിയും കരിഞ്ഞു വീഴുമെന്ന് മാത്രം പറയാൻ സാധിക്കും.